ഒരു വിധവയുടെ ഏക മകനാണ് മരിച്ചത്. ആ വിധവയുടെ കണ്ണുനീര് കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നിയെന്നാണ് പറയുക. മനസ്സലിവുള്ളവരാവുക. ആരുടെങ്കിലൊക്കെ കണ്ണുനീര് കാണുമ്പോൾ, വേദന കാണുമ്പോൾ, ആ വേദന എൻ്റേതാണ്, എൻ്റേതുപോലെയാണ് എന്ന് ചിന്തിക്കാൻ, എനിക്കും ഇതുപോലെ ഞാൻ വേദനകളിലൂടെ കടന്നുപോയ വ്യക്തിയാ, ഞാൻ എന്തെങ്കിലും ഇടപെടണം അല്ലെങ്കിൽ സഹായിക്കണം എന്നുള്ളൊരു ബോധ്യമുണ്ടാകുമ്പോഴാണ് മനസ്സലിവുകൾ ജീവിതത്തിൽ ഉണ്ടാകുക. എനിക്ക് മനസ്സലിവുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സലിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, മറ്റുള്ളവരെ കരയിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നവനാണോ? നമ്മൾ ചിന്തിച്ച് നോക്കാം. യേശുവിനുണ്ടായ ഏറ്റവും വലിയ ഭാവ ആ വിധവയുടെ കണ്ണുനീര് കണ്ടപ്പോൾ, അവൾക്ക് ആരുമില്ല എന്ന് മനസ്സിലായപ്പോൾ അലിഞ്ഞില്ലാതായിത്തീരുന്നു. അലിഞ്ഞില്ലാതാകുന്ന ഒരു ഹൃദയം മറ്റുള്ളവൻ്റെ വേദനയിലെ, മറ്റുള്ളവൻ്റെ കഷ്ടപ്പാടിലെ, മറ്റുള്ളവൻ്റെ കണ്ണുനീരിലെ എനിക്കില്ലാതാക്കണം. ആ സമയത്ത് അഹങ്കാരവും പിശുക്കും ധാർഷ്ട്യവുമുള്ള ഹൃദയമാകാനല്ല, ഇല്ലാതാകുന്നൊരു ഹൃദയം, ശൂന്യവൽക്കരിക്കപ്പെടുന്നൊരു ഹൃദയം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം.